മടുപ്പ് സംഭവിക്കുന്ന ഒത്തിരി ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ചിലയിടത്തൊക്കെ നാം മടുത്തു പോകും. ജീവിതത്തിൽ നാം ഉദ്ദേശിക്കുന്നത് പോലെയും ആഗ്രഹിക്കുന്നത് പോലെയും ചിന്തിക്കുന്നത് പോലെയും പലതും നമുക്ക് നടക്കാതെ പോകുമ്പോൾ നാം മടുക്കുകയും ക്ഷീണിക്കുകയും ചെയ്യും. മാത്രമല്ല, വിശ്വാസത്തിൽ നാം മടുക്കും, ആരാധനയിൽ നാം മടുക്കും, പ്രാർത്ഥനയിൽ നാം മടുക്കും. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത്. അതെ, നാം മടുത്തു പോകാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരാകുക. പലപ്പോഴും ജീവിതത്തിൽ പ്രാർത്ഥന കഴിക്കുവാൻ നമുക്ക് കഴിയാതെ പോകാറുണ്ട്. ഹൃദയംഗമായി ദൈവസന്നിധിയിൽ ഏകാഗ്രതയോടെ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവത്തിന് നമുക്ക് വേണ്ടി അത്ഭുത കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. അതെ, പലപ്പോഴും ദൈവഭക്തന്മാരാകുന്ന അനേകർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഏലിയാവ് ദൈവസന്നിധിയിൽ മടുത്തു പോകാതെ പ്രാർത്ഥിച്ചു. ദാനിയേൽ മടുത്തു പോകാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അതുപോലെ മറ്റനേക ഭക്തന്മാർ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുന്ന ദൈവപൈതലേ, ഒരു വ്യക്തമായ മറുപടി നമുക്കുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഒരിക്കലും നീ മടുത്തു പോകാതിരിക്കത്തക്കവണ്ണം ദൈവം നിനക്ക് മറുപടികളെ തരും. കണ്ണുനീര് ഒരിക്കലും ചുമ്മാതെയായി പോകത്തില്ല. പ്രാർത്ഥന ഒരിക്കലും വൃഥാവായി പോകത്തില്ല. ദൈവത്തിൽ നാം ആശ്രയിക്കുന്നത് ഒരിക്കലും അത് ഇല്ലാതെയായി പോകത്തില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങാതെ നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകും എന്ന് ദൈവവചനം പറയുന്നു. അതുകൊണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം വളരെ വ്യക്തമായി എടുത്തു പറയുകയാണ്, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. പിന്നെയും നാം സങ്കീർത്തനം 27:9, എൻ്റെ മുഖം അന്വേഷിപ്പീനെന്ന് നിങ്കൽ നിന്ന് കൽപ്പന വന്നു എന്ന് ഞാൻ എൻ്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു. അതെ, മടുത്തു പോകാതെ ദൈവസന്നിധിയിൽ യഹോവയുടെ മുഖം അന്വേഷിച്ചുകൊണ്ട് ദൈവഹിതത്തിനായി താണിരിക്കുമെങ്കിൽ ഈ ശത്രു നമുക്കൊരുക്കുന്ന എല്ലാ പരിശോധനകളെയും എല്ലാ കഷ്ടങ്ങളെയും ജയിപ്പാൻ പ്രാർത്ഥന നമുക്ക് ശക്തി നൽകും. അതെ, രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് യേശു ദൈവസന്നിധിയിലിരുന്നു. അതെ, നമുക്ക് കാണുവാൻ കഴിയുന്നത് തൻ്റെ മുമ്പിൽ കടന്നു വന്ന ക്രൂശീകരണത്തിൻ്റെ പരിശോധനയെ അതിനെ അതിജീവിക്കുവാൻ തക്കവണ്ണം ദൈവം തൻ്റെ ജീവിതത്തിൽ ശക്തി പകർന്നു. ദൂതന്മാരെ അയച്ച് തന്നെ ശുശ്രൂഷിച്ചു. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, നിന്നെയും ദൈവം ശക്തീകരിക്കും.